ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്നിച്ച് കളിച്ചു വളർന്ന എനിക്ക് കിട്ടിയ അനുഭവേ അതൊന്നും നിനക്കറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാ അവനെ വിശ്വസിക്കരുത് ഞാൻ പറയുന്നത്. എന്നിട്ടോ നീ അത് കേട്ടതുമില്ല. പിന്നെ രോഹിത്തിന് അവന് പിന്നെ അവന്റെ പ്രായത്തിന്റെ അടുത്തായിട്ടും കൊണ്ട് പറ്റിയാന്ന് പറയാം. പക്ഷെ നിനക്കൊരു തീരുമാനം എടുക്കായിരുന്നു, നീ അത് ചെയ്തില്ല. എന്നിട്ട് ഫലം എന്തായി? ഉപേന്ദ്ര അവന്റെ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ അടിവേര് വരെ മാന്തി എടുത്തു. പിന്നെ തിരിച്ചു പിടിച്ചതേ മറ്റാരുടെ മിടുക്കൊണ്ടൊന്നുമല്ല, ശാലിയുടെ മാത്രം മിടുക്കൊണ്ടാ. അവളുടെ അനിയത്തിയാ വെടിയേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നേ. നീ ഒന്ന് പോയിട്ട് ഇനി പോയില്ലെങ്കിൽ വേണ്ട, വിളിച്ചൊന്ന് കാര്യങ്ങൾ തിരക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നു. മരുമകളാണെന്നുള്ള പരിഗണന ഒന്നും കൊടുക്കണ്ട. നമുക്കറിയാവുന്ന കുറച്ചു കാലം നമ്മളോടൊപ്പം താമസിക്കുന്ന കാര്യം ഓർത്തുകൊണ്ടെങ്കിലും എന്തെങ്കിലും 2 വാക്ക് നിനക്ക് പറയാറുന്നല്ലോ. അതിന് ശ്യാമയെ കാണാൻ നിങ്ങൾ പോയതല്ലേ, കുഴപ്പമൊന്നുമില്ലെന്ന് നിങ്ങൾ വന്ന് പറയുകയും ചെയ്തില്ലേ. പിന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പോക്ക്, അത് മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാ. രാഘവ് സാറേ, രാഘവ് സാറേ. എന്തോടോ? രാഘവൻ സാറേ. എന്തോടോ? തനിക്ക് വീടും കൂടെ ഒന്നുമില്ലേ? പിന്നെ വീട്ടിൽ പോണെന്ന് പറഞ്ഞ് താൻ നേരത്തെ പോയില്ലേ? എന്നിട്ട് പോയില്ലേ? എന്റെ കുടുംബവും കുട്ടികളൊക്കെ എനിക്ക് 2ാം സ്ഥാനത്താ. 1ാം സ്ഥാനത്ത് എപ്പോഴും ഇവിടുത്തെ കാര്യങ്ങൾക്കാ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനൊരു സംഭവം അറിഞ്ഞാ പിന്നെ എനിക്കത് ഇവിടെ ഒന്ന് പറയാതിരിക്കാൻ പറ്റുമോ? എന്തോടോ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് പുതിയ പ്രശ്നം? ആർക്കെങ്കിലും വല്ല അപകടം ഉണ്ടായോ? അല്ല, തന്റെ ഈ വരവ് കണ്ടപ്പോഴേ മനസ്സിലാത് ഒരു വല്ലാത്ത അങ്കലാപ്പാ. ആ ഉപേന്ദ്രൻ പിന്നെയും കുഴപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ് സാറേ. അവൻ വീണ്ടും രോഹിത്തിനെ കൊല്ലാനുള്ള ശ്രമം നടത്തിയിരിക്കുക. അയ്യോ, വെടിയേറ്റുന്നു, സീരിയസ് ആയിട്ട് കിടക്കുകയാണെന്നൊക്കെ പറയുന്ന കേട്ടു. അയ്യോ, ഈ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഉപേന്ദ്രനെ പിടിച്ചു കെട്ടാൻ ഇവിടെ പോലീസ് പട്ടാളൊന്നും ഇല്ലേ? സ്വാധീനവും കാശുള്ളവർക്ക് ഈ നാട്ടിൽ എന്താ സത്യമേ ചെയ്യാൻ പറ്റാത്തത്? ആരെ വേണമെങ്കിലും കൊല്ലാം, ശിക്ഷ അനുഭവിക്കുന്നതും ജയിലിൽ പോകുന്നതൊക്കെ കൂലിക്കാരാവുമ്പോ എന്താ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റാത്തത്? ഉപേന്ദ്രന്റെ പകരം കൂടത്തേ ഉള്ളു. അവ ഇനി അവരെ ഉപദ്രവിക്കും. നമുക്ക് സ്വത്തെഴുത്തതിന്റെ പേരില് അവൻ അവരെ ഇല്ലാതാക്കും. എന്റെ ഭാമയെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ പോയി അവർക്കൊപ്പം താമസിക്കാന്ന്. ആൾ കൂടുന്നിടത്തേക്കേ, പ്രത്യേകിച്ചേ എന്റെ മുന്നിലേക്കേ ഉപേന്ദ്രൻ തോക്കും കൊണ്ടേ മടിക്കുന്നേ. അല്ല ഭാമയെ, നീയൊന്നും പറഞ്ഞില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ പോണ്ടേ? അതൊക്കെ നമുക്ക് വഴി ആലോചിക്കാം. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ആ ഉപേന്ദ്രൻ ഒരു മൂക്കയർ ഇടുന്ന കാര്യമാ. ഇല്ലെങ്കിൽ അവൻ നമ്മുടെ കുടുംബം ഇല്ലാതാക്കും. അവന് രോഹിത്തിനെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? ഞാൻ അറിഞ്ഞ കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ സാറാ ചെയ്യേണ്ടത്. നാളെ അവിടം വരെ ഒന്ന് പോയാൽ നന്നായിരിക്കും. അവർക്കും അതൊരു ആശ്വാസമാവും സാറേ. എന്റെ ദൈവമേ, ഇതിപ്പം ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളാണല്ലോ.